പീറ്റർ സ്കള്ളി എന്ന കൊലയാളി. നിങ്ങൾ എപ്പോഴെങ്കിലും ഇയാളെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ഇൻ്റർനെറ്റിൻ്റെ ഇരുളടഞ്ഞ കോണുകളിൽ ഇയാൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ അത്രയ്ക്കാണ്. വെറുമൊരു കൊലയാളിയല്ല ഇയാൾ. ലോകം ഇന്നും പേടിയോടെ മാത്രം ചർച്ച ചെയ്യുന്ന റെഡ് റൂമുകൾ എന്ന നരകത്തിലെ പ്രധാന കണ്ണിയായിരുന്നു പീറ്റർ സ്കള്ളി. എന്താണ് ഈ റെഡ് റൂമുകൾ? നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റിനപ്പുറം മറ്റൊരു ലോകമുണ്ടോ? ഫാക്ട് ബോക്സ് മലയാളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ആ നരകത്തിലോട്ടൊന്ന് പോയി നോക്കാം. ഓസ്ട്രേലിയക്കാരനായ പീറ്റർ സ്കള്ളി ഇൻ്റർനെറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരനായ കുറ്റവാളികളിൽ ഒരാളാണ്. ഫിലിപ്പീൻസ് കേന്ദ്രീകരിച്ച് ഇയാൾ നടത്തിയിരുന്ന ക്രൂരതകൾ ലോകത്തെ ഞെട്ടിച്ചത് 2011-ലാണ്. സ്വന്തം ഇരകളെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ലൈവായി ഡാർക്ക് വെബിലൂടെ ഇയാൾ വിൽക്കുമായിരുന്നത്രേ. ഡെയ്സി ഡിസ്ട്രാക്ഷൻ എന്ന പേരിൽ ഇയാൾ പുറത്തിറക്കിയ വീഡിയോ ഇൻ്റർനെറ്റിലെ റെഡ് റൂമുകൾ വെറും കെട്ടുകഥയല്ല എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് ഡോളറുകളാണ് ഓരോ വീഡിയോ കാണുന്നതിനും ഇയാൾക്ക് അയച്ചു കൊടുത്തിരുന്നത്. ഡാർക്ക് വെബിലെ ഏറ്റവും രഹസ്യമായ വെബ്സൈറ്റുകളാണ് റെഡ് റൂമുകൾ. ഇവിടെ മനുഷ്യരെ തട്ടിക്കൊണ്ടുപോയി ലൈവ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഗൂഗിളും ഫേസ്ബുക്കും എല്ലാം ഇൻ്റർനെറ്റ് എന്ന മഹാസമുദ്രത്തിൻ്റെ 4% മാത്രമാണ്. ബാക്കി 96% ഡാർക്ക് വെബാണ്. അവിടെ ഓരോ പീഡനത്തിനും ഓരോ റേറ്റാണ്. കാണുന്നവർ ബിറ്റ്കോയിൻ വഴി പണം നൽകി കമൻറ്റ് ബോക്സിലൂടെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ക്യാമറയ്ക്ക് മുന്നിലുള്ള കൊലയാളി ക്രൂരതകൾ ചെയ്തുകൊണ്ടേയിരിക്കും. സാധാരണ ബ്രൗസറുകൾ വഴി നിങ്ങൾക്കൊരിക്കലും ഈ സൈറ്റുകൾ കണ്ടെത്താൻ കഴിയില്ല. ഓരോ 5 മിനിറ്റിലും ഇവയുടെ ലിങ്കുകൾ മാറിക്കൊണ്ടേയിരിക്കും. ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളിലൂടെയാണ് ഇതിൻ്റെ പണമിടപാടുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലയാളിയെയോ പണം നൽകുന്നവരെയോ കണ്ടെത്താൻ പോലീസിന് കഴിയില്ല. ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ് ലക്ഷങ്ങൾ മുടക്കി ഈ നരകം കാണാൻ സൈക്കോപാത്തുകളായ ആളുകൾ എത്തുന്നത്. വർഷങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ഫിലിപ്പീൻസിൽ വെച്ചാണ് പീറ്റർ സ്കള്ളി പിടിയിലാകുന്നത്. സ്കള്ളിയുടെ വീഡിയോകൾ കണ്ടവരും അവ പണം നൽകി വാങ്ങിയവരും ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നാണ് ഏറ്റവും വലിയ സത്യം. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ഇയാൾ ജയിലിലാണെങ്കിലും ഇയാൾ തുറന്നുവിട്ട റെഡ് റൂം എന്ന ഭീകരത ഇന്നും ഇൻ്റർനെറ്റിലെ ഇരുണ്ട കോണുകളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. മനുഷ്യർക്ക് ഇത്രത്തോളം ക്രൂരനാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പീറ്റർ സ്കള്ളിയെക്കുറിച്ചോ റെഡ് റൂമിനെക്കുറിച്ചോ നിങ്ങൾ കേട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള വന്യമായ മിസ്റ്ററികൾക്കായി ഫാക്ട് ബോക്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.